ഇതന്നെയാണ്. ആണായാലും പെണ്ണായാലും തെറ്റ് ചെയ്താൽ അത് തെറ്റ് തന്നെയാണ്. പെണ്ണാണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നിയമപരിധികളും കാര്യങ്ങളൊന്നും കൊടുക്കരുത്. തെറ്റ് ആരായാലും ചെയ്താൽ അത് തെറ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ കണ്ട വീഡിയോ വെച്ചിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചിട്ടൊക്കെ നോക്കുമ്പോൾ അവൾ ചെയ്ത തെറ്റ്, അവൾ അന്ന് അവിടെ പ്രതികരിക്കുകയായിരുന്നെങ്കിൽ ഇന്ന് ആ മനുഷ്യൻ ജീവനോടെ ഇരുന്നേനെ. നമസ്കാരം എന്റെ പൊന്നു പ്രേക്ഷകരെ, ദീപകിനെ അപമാനിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന ഷിംജിത വീഡിയോ എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണ്. റിമാൻഡ് റിപ്പോർട്ടിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കാര്യം അതാണ്. 7 വീഡിയോയാണ് ഇവൾ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്തിനാണ്? ഈ പറയുന്ന മനുഷ്യനെ കുടുക്കണം. അതായത് കാറും മറ്റുള്ള വണ്ടികളൊക്കെ ഉള്ളവൾ ബസ്സിൽ കയറി പോയതിന്റെ ഉദ്ദേശം തന്നെ ഇവക്ക് റീച്ച് ആകണമെന്നാണ്. ഇങ്ങനെ റീച്ച് ആകാൻ പോയി ഇപ്പോൾ ഇവള് പാൻ ഇന്ത്യയിലല്ല ഇന്റർനാഷണൽ ലെവലിൽ ഇവള് റീച്ച് ആയിരിക്കുകയാണ്. എന്തോ ഒരു പഴഞ്ചൊല്ലില്ലേ, ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നു എന്നൊക്കെ പറയുന്ന പോലെ അതാണ് ഇവക്ക് കിട്ടിയത്. ഇവളൊരു റീച്ചിന് വേണ്ടി മാത്രമേ പോയുള്ളൂ. ഇവക്ക് കിട്ടിയതോ ഒരു 1.5-1.25 പണിയാണ്. ഇപ്പോഴെന്തായാലും ഇവക്ക് ജയിലിൽ കിടന്നുകൊണ്ട് ഇവക്ക് തിന്നാം, നല്ല ചാപ്പാടടിക്കാം. അതിനുള്ള എല്ലാ വകുപ്പും എന്തായാലും എത്തിയിട്ടുണ്ട്. വാർത്തയൊന്ന് നിങ്ങൾ കണ്ടു നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് പറയാം. റിമാൻഡ് റിപ്പോർട്ട്. ബസ്സിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നും വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചതല്ലാതെ ഷിംജിത പോലീസിൽ പരാതി നൽകിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഷിംജിതയുടെ ജാമ്യാപേക്ഷ ശനിയാഴ്ച കുന്നമംഗലം കോടതി പരിഗണിക്കും. ഷംന അശോകാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷംന, ഈ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യം, ഈ ബസ്സിൽ അതിക്രമം നടന്നതായുള്ള സൂചനകൾ പോലീസിന് ഇതുവരെ കിട്ടുന്നില്ലെന്നാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ? ഷിംജിത ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ഇങ്ങനെയാണ്: ദീപകിനെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ 7ഓളം വീഡിയോകളാണ് ഷിംജിത ചിത്രീകരിച്ചിട്ടുള്ളത്. അത് പലതരത്തിൽ പല രീതിയിൽ പിന്നീട് ഡിലീറ്റ് ചെയ്യപ്പെട്ട വീഡിയോകളാണ്. അത് വീണ്ടെടുക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട് എന്ന് പോലീസ് പറയുന്നു. ഈ സംഭവത്തിന് ശേഷം ഇരുവരും സഞ്ചരിച്ചിട്ടുണ്ടായിരുന്ന അൽ-അമീൻ ബസ്സിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചു. അപ്പോഴും ആ CCTVയിൽ ഷിംജിത ആരോപിച്ചതുപോലെയുള്ള അസ്വാഭാവികമായിട്ടുള്ള സംഭവങ്ങൾ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല, ബസ്സിൽ യാത്ര ചെയ്ത ആളുകളും ഒപ്പം തന്നെ ബസ് ജീവനക്കാരും ഇത് സംബന്ധിച്ച് യാതൊരു പരാതിയും പോലീസിൽ നൽകിയിട്ടുമില്ല. ഇതിനുശേഷം, ഈ സംഭവത്തിന് ശേഷം, അതായത് ഈ വീഡിയോ ചിത്രീകരിച്ചതിന് ശേഷം വളരെ സ്വാഭാവികമായാണ് ഷിംജിതയും ഒപ്പം തന്നെ ദീപക്കും ഈ ബസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്നത് എന്നുള്ള കാര്യം കൂടി പോലീസ് ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജനപ്രതിനിധി ആയിരുന്ന ഒരു യുവതി ഒപ്പം തന്നെ ഷിംജിത, നീ തീർന്നു. നീ ഒരു ദൃശ്യം എടുത്തിട്ട് അത് നീ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്, അല്ല നീ പോലീസിന് പരാതി കൊടുക്കുകയല്ല ചെയ്തത്. നിനക്ക് അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിരുന്നുവെങ്കിൽ നീ അത് ചെയ്തേനെ. അത് നീ ചെയ്തില്ല. അത് ചെയ്യാതെ നീ അത് 7 വീഡിയോ എടുത്തിട്ട് നിനക്കുള്ളതായി എന്ന് കണ്ടോണ്ട് നീ അവിടുന്ന് ഇറങ്ങിപ്പോയി. ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം നീ ഇതെല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് നിനക്ക് പറ്റിയ ഏതാണോ നിനക്ക് കിട്ടിയത് ആ പീസ് എടുത്ത് നീ ജോയിന്റ് ചെയ്ത് നീ അതങ്ങോട്ട് പബ്ലിസിറ്റി ചെയ്തു. അത് കഴിഞ്ഞ് നീ ഇതിനൊരു എക്സ്പ്ലനേഷനും കൊണ്ടുവന്നു. ഈ വ്യക്തിയെ ഞാൻ സമൂഹത്തിന് ഇട്ടു തരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലേ? അങ്ങനെ നീ സമൂഹത്തിന് ഇട്ടുകൊടുത്ത മനുഷ്യൻ ഇന്ന് ഭൂമിയിൽ ഇല്ല. കേട്ടോടി യന്ത്രവളെ, നീ എന്താ വിചാരിച്ചത്? നമ്മുടെ പോലീസൊക്കെ അങ്ങ് നിന്നെ വിട്ടുകളയുമെന്നോ? നമ്മുടെ നിയമം നിന്നെ രക്ഷിക്കുമെന്നോ? അല്ലെങ്കിൽ നീ എന്ത് തോന്നിവാസം കാണിച്ചാലും നിന്റെ കൂടെ കുട പിടിക്കാൻ കുറെ എണ്ണം കാണുമെന്ന് നീ വിചാരിച്ചോ? അതൊന്നും ഇവിടെ നടക്കില്ല. ആ കുറെ എണ്ണം കുട പിടിക്കുന്നതൊക്കെ അത് നിങ്ങൾ വീട്ടിൽ ഇരുന്ന് കുട പിടിച്ചാൽ മതി കേട്ടോ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഇവിടെ നീ കാണിച്ചത് വളരെ ചെറ്റ പരിപാടിയാണ്. ഒരു കുടുംബത്തിലെ ഒരു അത്താണിയാണ് നീ തീർത്തിരിക്കുന്നത് കേട്ടോ. ആ ചെറുക്കനൊരു പാവം പിടിച്ച ചെറുക്കനാണ്. ഇങ്ങനത്തെ ഒരു വിഷയത്തിനും പോകാത്തൊരു പയ്യനാണ്. അവനെയാണ് നീ യന്ത്രവളെ ബാക്കിയുടെ കേട്ടു നോക്കും. ഒരു ജനപ്രതിനിധി ആയിരുന്ന ഒരു യുവതി ഒപ്പം തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ വിദ്യാഭ്യാസമുള്ള ഒരു യുവതി ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമം ഉണ്ടായാൽ തന്നെ ആദ്യം പോലീസിൽ പരാതിപ്പെടുകയാണ് വേണ്ടത്. പക്ഷേ മാനഹാനി ഉണ്ടായി എന്ന വീഡിയോയിൽ കൂടി പറയുന്ന ഷിംജിത പിന്നീട് അതിനുശേഷം യാതൊരു തരത്തിലുള്ള പരാതിയും പോലീസിൽ നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പോലീസ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഷിംജിത ദീപകിനെ അപമാനിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിൽ വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളത് എന്ന് പോലീസ് പറയുന്നുണ്ട്. ഇനി ഇൻസ്റ്റഗ്രാമിൽ, അതായത് ഷിംജിത ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഈ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വീണ്ടെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രതിക്ക് യാതൊരു തരത്തിലും ജാമ്യം നൽകരുത്, പ്രതിയെ റിമാൻഡിൽ വിടണം എന്നുള്ള കാര്യമാണ് പോലീസ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിമി പറഞ്ഞതുപോലെ തന്നെ കൃത്യമായി തന്നെ ആ ഘട്ടത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതിന് പിന്നാലെ തന്നെ പോലീസ് ബസ് ജീവനക്കാരിൽ നിന്ന് മൊഴിയെടുക്കുന്നു. അവിടെ ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്ന യാത്രക്കാരുടെ മൊഴിയെടുക്കുന്നു. അപ്പോഴൊന്നും ബസ്സിൽ ഇരുവരും സഞ്ചരിച്ചിട്ടുള്ള ബസ്സിൽ യാതൊരു തരത്തിലുള്ള അസ്വാഭാവികമായിട്ടുള്ള സംഭവങ്ങളും നടന്നിട്ടില്ല എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ദീപക് വണ്ടിക്കകത്ത് കയറിയ സമയം തൊട്ട് തന്നെ ഇവള് ചിത്രീകരണം കൊണ്ട് തുടങ്ങി. ആ മനുഷ്യനെ അവൾക്ക് വീഴ്ത്തണം, ഇതായിരുന്നു ഇവിടെ ലക്ഷ്യം മൊത്തം. അവനെ കൊടുക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ഇവക്ക് ഉണ്ടായിരുന്നത്. 7 വീഡിയോകളാണ് ഇവള് ചിത്രീകരിച്ചത്. എന്നിട്ട് എഡിറ്റ് ചെയ്തതിനു ശേഷം ഒരു വീഡിയോ ഇവൾ അങ്ങോട്ട് പബ്ലിക്കിൽ വിട്ടു. അതാണ് ഇവള് ചെയ്തത്. ഇതുപോലെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി പാവങ്ങളുടെ ജീവൻ തൊലയ്ക്കാൻ ഇറങ്ങുന്ന ഇതുപോലത്തെ പെണ്ണുങ്ങളെയൊക്കെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. കഴിഞ്ഞ് നമുക്കറിയാമല്ലോ, അപ്സ എന്ന് പറഞ്ഞ ഒരു പെണ്ണ്,
അവള് KSRTC-യുടെ ബസിന്റെ അകത്ത് നിന്നുകൊണ്ട് ഒരു മനുഷ്യന്റെ അടിയിൽ നിന്ന് വീഡിയോ എടുത്തില്ലേ? അവളെയും ശിക്ഷിക്കണം. അവളാണ് ഇതിനെല്ലാം തുടക്കമിട്ടത്. അവള് പക്ഷെങ്കിൽ ആ മനുഷ്യന്റെ മുഖം മറച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു കടുങ്കൈ ചെയ്തില്ല. ഇല്ലായിരുന്നേ ആ മനുഷ്യനും കടുങ്കൈ ചെയ്യത്തില്ലേ? ഇല്ലേ? അതുകൊണ്ട് തന്നെ അവക്കും നല്ല ശിക്ഷ കൊടുക്കണം. അവക്കും തക്കതായിട്ടുള്ള ഒരു ശിക്ഷ കൊടുക്കണം. മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷ കൊടുക്കണം അവക്കും. ഇങ്ങനെയുള്ള യന്ത്രങ്ങളൊക്കെ ഈ പരിപാടിയുമായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവസ്ഥ എന്താണ്? ഓക്കെ, ബാക്കിയോടെ കേട്ട് നോക്കി. മാത്രമല്ല ഷിംജിത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ള ചിത്രീകരിച്ചത്, അതായത് ഈ വീഡിയോ ചിത്രീകരിച്ചത് തന്നെ പോലീസ് കൃത്യമായി രേഖപ്പെടുത്തുന്നത്. അതായത് 7ഓളം വീഡിയോകൾ ഷിംജിത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. അത് പലതരത്തിൽ ദീപക് ഇതിൽ കയറിയതിന് ശേഷവും അദ്ദേഹം അടുത്ത് നിൽക്കുമ്പോഴുമുള്ള പലതരത്തിലുള്ള വീഡിയോകളാണ്. അതിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മനഃപൂർവ്വമായി ദീപകിനെ അപമാനിക്കുക, സോഷ്യൽ മീഡിയ വഴി വീഡിയോ പ്രചരിപ്പിച്ച് പ്രസിദ്ധി നേടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഷിംജിത്ത് ഇത്തരത്തിൽ ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു അവൾ പറഞ്ഞത്? അവർക്ക് നേരെ അതിക്രമം ഉണ്ടായി പോലും, അവർക്കെതിരെ മോശമായിട്ട് അവൻ പെരുമാറിയത് പോലും, എന്തൊക്കെയാണ് അവിടെ വെച്ച് കാച്ചിയത്. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? റിമാൻഡ് റിപ്പോർട്ടിൽ വന്നില്ലേ? ഇപ്പോൾ 7 വീഡിയോ ആണ് അതിനുവേണ്ടി എടുത്തത്. ആരെങ്കിലും ഒരാള് അവർക്ക് നേരെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ 7 വീഡിയോ എടുത്തോണ്ടിരിക്കുവോ? ഒരു വീഡിയോ മാത്രമല്ലേ എടുക്കൂ. അവൻ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തെളിവിന് വേണ്ടി എടുത്തെങ്കിലും. കുറെ എണ്ണം വന്നിട്ട് അങ്ങോട്ട് ന്യായീകരിച്ച് മെഴുകുന്നുണ്ട്. ഈ ശിംഷിതയെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നീയൊക്കെ കൊണ്ട് വീട്ടിൽ വളർത്തതിനെ നിന്റെയൊക്കെ വീട്ടിൽ കൊണ്ടുപോയി നിർത്ത്. അപ്പൊ അറിയാം നിന്റെ ഭർത്താക്കന്മാർക്കും അല്ല നിന്റെ സഹോദരങ്ങൾക്കും ഇവളെ എന്താ കൊടുക്കുന്നതെന്ന്. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല ഇതിനെ പൊക്കിക്കൊണ്ടിരിക്കുന്നത് നടക്കുന്നതല്ല. ഇവള് ചെയ്തത് മഹാപോക്രിത്തരമാണ്. ഒരു വീട്ടിലെ അത്താണിയാണ് ഇവള് തീർത്തത്. അത് മാത്രമല്ല, അച്ഛനും അമ്മയ്ക്ക് ഈ കുഞ്ഞേ ഉള്ളൂ. എന്റെ പൊന്നെ, എന്റെ വാവേ, ഞാൻ എങ്ങനെ സഹിക്കുമെന്ന് പറഞ്ഞ ഒരു അമ്മയുടെ കരച്ചിൽ ഇപ്പോഴും എന്റെ ചെവിക്കകത്ത് ഇങ്ങനെ മുഴങ്ങുകയാ. ഇവളെ വിടരുത്, ഇവളെ തൂക്കിക്കൊല്ലണം, ഇവളെ വെറുതെ വിടരുത്. ഇവർക്ക് തക്കതായിട്ടുള്ള ഒരു ശിക്ഷ കൊടുക്കണം. അത് മാതൃകാപരമായിരിക്കണം. ഇനി ഒരുത്തി പോലും ഇതുപോലെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി വേറൊരുത്തന്റെ ജീവൻ വെച്ച് കളിക്കരുത്. ഇവിടെ ഫോൺ ഇനിയും പരിശോധിക്കണം. ഇതിന്റെ അകത്ത് ഇനി ഇവിടെ ആരെയൊക്കെ വീഴ്ത്താൻ വേണ്ടി ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്നെല്ലാം പരിശോധിക്കണം. ഇതിന് മുമ്പ് ഇവിടെ ആർക്കൊക്കെ എതിരെ വീഡിയോ എടുത്തിട്ടുണ്ടെന്നൊക്കെ പരിശോധിക്കണം. എല്ലാം പരിശോധിക്കണം. ഇവളെ അങ്ങനെ വിട്ടാൻ പറ്റത്തില്ലല്ലോ. പോലീസ് ഈ കേസ് നല്ല രീതിയിൽ തന്നെ അന്വേഷിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. കാരണം ഒരു നിരപരാധിയുടെ ജീവൻ വെച്ചിട്ട് ഇവളെ കളിച്ച കളിയാണ്. ഇവളെ ഒരിക്കലും പുറത്തു വിടരുത്. ഏറ്റവും മാക്സിമം ശിക്ഷ കിട്ടുന്നതൊക്കെ ഇവർക്ക് മേടിച്ചു കൊടുക്കണം. അതാണ് വേണ്ടത്, അതാണ് കിട്ടേണ്ടത്. അതുപോലെ തന്നെ ഇവളെ ഒളിപ്പിച്ച് താമസിപ്പിച്ച വീട്ടുകാരുണ്ടല്ലോ, അവർക്കെതിരെയും കേസ് എടുക്കണം. അവരാണ് അങ്ങോട്ട് മോളെ അവിടെ കൊണ്ടുവന്ന് ഒളിപ്പിച്ചിട്ട് പർദ്ദ കയറ്റി അങ്ങോട്ട് വിട്ടത്. ഈ പർദ്ദ എന്ന് പറയുന്നത് ഇതുപോലുള്ള നിങ്ങൾക്ക് ഇടാനുള്ള ഒരു വസ്ത്രമാണോ? ഇവള് റീച്ച് ഇടാൻ നേരത്ത് ഇങ്ങനത്തെ വസ്ത്രമൊന്നും അവൾക്ക് കണ്ടില്ല. അന്നേരം അവൾക്ക് വേറെ വസ്ത്രമായിരുന്നു. അവൾ ഉരത്തി പോകാൻ വേണ്ടി വേറെ വസ്ത്രവും. ഇവളെ പിടിച്ചപ്പോൾ ഇവൾക്ക് നാണം കൊണ്ട് അവള് പർദ്ദ ഇട്ടോണ്ട് പോകുന്നു. നാണം വരുമെന്ന് കണ്ടോണ്ട് ഇവളെ തക്കതായ ശിക്ഷ കൊടുക്കണം. എന്താണ് പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റായും കമന്റ് ചെയ്യുക. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം, മാക്സിമം ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും